ഫുക്രിയിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ട് ലോകകപ്പിൻ്റെ സെമിഫൈനലിൽ ക്വാർട്ടർ ഫൈനലിൽ നോർവേയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിഫൈനലിലെത്തിയത്. എക്സ്ട്രാ ടൈമിലാണ് കളി തീരുമാനമായത്. 90 മിനിറ്റിലും ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് സമനില പാലിച്ചതിനെ തുടർന്നാണ് എക്സ്ട്രാ ടൈം ആവശ്യം വന്നത്. എക്സ്ട്രാ ടൈമിൽ ജൂഡ് ബെല്ലിംഗ്ഹാം തൻ്റെ രണ്ടാമത്തെ ഗോളിലൂടെ ഇംഗ്ലണ്ടിനെ സെമിഫൈനലിൽ എത്തിക്കുകയായിരുന്നു. നേരത്തെ നിശ്ചിത സമയത്തിൻ്റെ 36-ാമത്തെ മിനിറ്റിൽ നോർവേയാണ് ആദ്യ ഗോൾ അടിച്ചത്. അവരുടെ ഷെൽഡ്രൂപ്പിൻ്റെ അതിമനോഹരമായ ഒരു ഗോളായിരുന്നു. ആ ഗോളിലൂടെ നോർവേ മുന്നിലെത്തി. എന്നാൽ ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ അവസാനിക്കാൻ ഇഞ്ചുറി ടൈം ബാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിൽ രണ്ടാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിനെ നോർവേക്ക് ഒപ്പം എത്തിച്ചു. 1-1. അങ്ങനെ ആദ്യ പകുതി തീരുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് തുല്യത പാലിക്കുകയായിരുന്നു. രണ്ടാമത്തെ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളടിക്കാനായില്ല. തുല്യശക്തികളുടെ പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന മത്സരമായിരുന്നു. രണ്ടാം പകുതിയിൽ പ്രത്യേകിച്ചും ഇരു ടീമുകളും ആക്രമിക്കുകയും ചെറുത്തു നിൽക്കുകയും പ്രതിരോധിക്കുകയും ഒക്കെ ചെയ്തു. ഇംഗ്ലണ്ട് കുറച്ചുകൂടി ഓർഗനൈസ്ഡായി കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അവർ സ്വാഭാവികമായിട്ടും പരമാവധി പ്രസ് ചെയ്തു ഗോളടിക്കാൻ. എന്നാൽ നോർവേയുടെ പ്രതിരോധം ചെറുത്തു നിന്നു. ഒടുവിൽ കളി ആദ്യ പകുതിയും കഴിഞ്ഞ് രണ്ടാം പകുതിയിലും തീരുമാനമാകാതെ മുഴുവൻ സമയത്ത് 1-1 എന്ന സമനിലയിലാവുകയായിരുന്നു. തുടർന്ന് നടന്ന എക്സ്ട്രാ ടൈമിൻ്റെ 3-ാമത്തെ മിനിറ്റിൽ, അതായത് 93-ാമത്തെ മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാം അതിഗംഭീരമായി ഗോളടിച്ചു. യഥാർത്ഥത്തിൽ പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് ഒരു ഇംഗ്ലണ്ട് താരം അടിച്ച പന്ത് ഗോൾ കീപ്പറുടെ നോർവേയുടെ ഗോൾ കീപ്പർ നൈലൻഡിൻ്റെ പിഴവ് മൂലം കയ്യിൽ നിന്ന് തെറിക്കുകയായിരുന്നു. ആ തെറിച്ചു വന്ന പന്ത് അതിമനോഹരമായി ബെല്ലിംഗ്ഹാം വലയിലേക്ക് തട്ടിയിട്ടു. നൈലൻഡ് ആ പന്ത് പിടിച്ചടക്കേണ്ടതായിരുന്നു, അത് കൈപ്പിടിയിൽ ഒതുക്കേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് തെറിച്ചുപോയി. അത് ബെല്ലിംഗ്ഹാമിന് കിട്ടി. ബെല്ലിംഗ്ഹാം ഒട്ടും പിഴവ് വരുത്താതെ അതിമനോഹരമായ ഒരു ഗോളിലൂടെ ഇംഗ്ലണ്ടിനെ സെമിഫൈനലിൽ എത്തിച്ചു. പിന്നീട് അങ്ങോട്ട് സമയമുണ്ടായിരുന്നെങ്കിലും നോർവേക്ക് ഗോളടിക്കാനായില്ല. ആ ഹാളണ്ടിനെ പിൻവലിച്ച് നോർവേ മറ്റൊരു ശ്രമം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. നോർവേക്ക് രണ്ടാമത്തെ ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിലെത്തിയ നോർവേ അവിടം കൊണ്ട് അവസാനിപ്പിച്ചു. ഇംഗ്ലണ്ട് സെമിഫൈനലിലേക്ക് കടന്നു. ഇനി ഇംഗ്ലണ്ട് അർജന്റീന-സ്വിറ്റ്സർലൻഡ് മത്സരത്തിലെ എതിരാളിയെയാണ്. അർജന്റീന-സ്വിറ്റ്സർലൻഡ് മത്സരത്തിൽ ജയിക്കുന്ന ടീമിനെയാണ് സെമിഫൈനലിൽ നേരിടുക.